പ്രൊണൗൺസിയേഷൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മലയാളത്തിൽ തന്നെയാണ് സഖാവ് ആദ്യം സംസാരിച്ചത്. ഇവിടെ ഇന്ന് നാം എല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ്. സ്വാതന്ത്ര്യദിനം എന്നത് കേവലം ഓഗസ്റ്റ് 15 എന്ന ഒരു ഡേറ്റല്ല, മറിച്ച് ഇതൊരു പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. 79 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യം എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. ഇതിനു മുന്നേ ഇതൊരു പോരാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നാം സംസാരിക്കേണ്ട സമയമാണ്. ഇവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ കുട്ടികളുടെ സ്വാതന്ത്ര്യം, വളരെ ചെറിയ ഫീസിൽ അല്ലെങ്കിൽ ന്യായമായ നിരക്കിൽ പഠിക്കാൻ സ്വാതന്ത്ര്യമുള്ള കുട്ടികളുടെ സ്വാതന്ത്ര്യം, ന്യായമായ കൂലി കിട്ടേണ്ട കർഷകരുടെ സ്വാതന്ത്ര്യം, ന്യായമായ തരത്തിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അങ്ങനെ റിയൽ ഫ്രീഡം, യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്ന് പറയേണ്ട സമയമാണ് ഇന്നത്തെ ആഘോഷം എന്ന് കരുതുന്നു. As we stand today here and as we celebrate our freedom struggle, remember the freedom struggle, we remember the thousands of people who gave everything so that India could stand as a free, democratic, sovereign republic. We remember the Quit India movement, the Satyagraha, the peasant uprisings, the worker strikes, the revolutionaries who went to the jail singing, who gave up their lives for this country to be free. We remember that freedom was not gifted to us by any single leader or single party. It was won by the collective sacrifice of workers, peasants, students, women and ordinary people across this land. And we remember something else, something Kerala in particular must never forget, that our freedom struggle did not end with a change of flag in 1947. Here in this land, the struggle continued against feudal landlordism, against caste oppression, against illiteracy, against the exploitation of the working poor. Kerala's own history, from the Puna Pavayala uprising to the land reforms, from the total literacy campaign to the decentralization of power through the People's Plan, is a history of ordinary people refusing to accept the formal independence that was enough. This is our inheritance. This is what we stand on today. സ്വാതന്ത്ര്യം എന്നത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് വലിയ പോരാട്ടം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. അത് ഒരു ദിവസം ഒരു ലീഡർ ഒരു നേതാവ് നമുക്ക് നേടിത്തന്നതല്ല. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ, സ്ത്രീകളുടെ, അതുപോലെ യുവാക്കളുടെയൊക്കെ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുള്ളത്. ഒരു നേതാവ് ഒരു ദിവസം രാവിലെ കൊണ്ടു തന്നതല്ല, ഒരു കളക്റ്റീവായിട്ടുള്ള കൂട്ടായ പോരാട്ടത്തിൻ്റെ വിജയമെന്ന രീതിയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്. ഒരു ദിവസം കൊണ്ട് ആ കൊടി ചേഞ്ച് ചെയ്തു, ആ കൊടി മാറ്റം വരുത്തി എന്നതല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മളോട് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് അത് കുറേയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള പോരാട്ടം, അത് ഫ്യൂഡലിസത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ ഒക്കെ നടന്നിട്ടുള്ള വലിയ പോരാട്ടം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. തുടർന്ന് കേരളത്തിലെ പുന്നപ്രവയലർ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നാം കാണേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ, സാക്ഷരതാ പ്രസ്ഥാനമായാലും ശരി, ജനകീയാസൂത്രണ പ്രസ്ഥാനമായാലും ശരി, ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേരളത്തിലെ ആളുകൾ കുറേയേറെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫ്യൂഡൽ വിരുദ്ധ സമരങ്ങളെ ഇനിയും മുന്നോട്ട് നയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. When we stand today celebrating Independence Day, when we stand today remembering our martyrs, when we stand today remembering the struggle that lakhs of people gave to make sure that India is free, we also remember that independence, the word Azadi, was not only the meaning of having independence against the British imperialists, the colonial power, but the real meaning of Azadi, as Shahid-e-Azam Bhagat Singh has told us, written to the young people, was that real Azadi, the meaning of real independence would be in a free country, is the awakening of the workers, the awakening of the farmers, the awakening of the student youth, the awakening of the people who are standing in the marginalized. What does real independence mean? Real independence means that people are free from fear. Real independence means that people are having the right to stand inside this land with every right, democratic right. Real independence means
each and every citizens inside this country are free from fear. Real independence means that each and every citizen inside this country are having equal rights. Real independence means that each and every citizen inside this country has equal access to education and employment. Real independence means that every human is treated equally and they are not having any chains, either that is any feudal chains or any chains of caste oppression that they are facing, or any chains of inequality based on the basis of language or gender. ഇവിടെ നാം സംസാരിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ആസാദി എന്ന വേർഡ്, സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേവല സ്വാതന്ത്ര്യമല്ല നാം ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. ഈ നാട്ടിലെ മനുഷ്യർക്കെല്ലാം സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഷഹീദ് ഭഗത് സിംഗ് നമ്മളോട് പറഞ്ഞത്. കേവലം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുകയല്ല, മറിച്ച് ഈ നാട്ടിലെ മനുഷ്യർക്ക് അവനവൻ്റെ അവകാശങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് ഷഹീദ് ഭഗത് സിംഗ് നമ്മളോട് പറഞ്ഞത്. കേവലം ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ന്യായമായ തരത്തിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുക, യുവജനങ്ങൾക്ക് ജോലി ലഭ്യമാക്കുക, ഈ തരത്തിലേക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് വിതൗട്ട് ഫിയർ, ഭയരഹിതമായി ഇവിടെ ജീവിക്കാൻ കഴിയുക, എല്ലാവിധ അവകാശങ്ങളോടും കൂടി ഇവിടെ ജീവിക്കാൻ കഴിയുക എന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലെ മനുഷ്യർക്കെല്ലാം തുല്യ ആക്സസിബിലിറ്റി, വിദ്യാഭ്യാസത്തിന്, അതുപോലെ ജോലിക്ക്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും തുല്യ ആക്സസിബിലിറ്റി, തുല്യ പ്രാപ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഫ്യൂഡലിസത്തിനെതിരെ, ജാതീയമായ ഒപ്രഷനെതിരെ, ജാതീയമായ അടിച്ചമർത്തലിനെതിരെ ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് നാം ആഗ്രഹിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം. When we stand today celebrating Independence Day, when we stand today to remember the struggles of our martyrs, it is very important to remember the history of the freedom struggle. It is very important for us to remember who were the ones who were the bootlickers of the Britishers at that time. It is very important for us to not forget our history, that on one hand, when Shahid-e-Azam Bhagat Singh, on one hand, when we know that the people who were envisioning of equality in the society were serving in the jails, they were put into the cellular jails. There were people like Savarkar and the RSS who were trying to lead the Britishers and trying to write apology letter. We must not forget, because they are the people, these are the people and their followers today governing the country, who are sitting at the union government and trying to dictate a renewed definition of what nationalism should be. When we send our message from here in Kerala on the day of Independence Day, we need to tell them that we will not go behind, we will not move an inch back to tell the slogan of Azadi, because we know what is the meaning of Azadi, because we know that still now inside this country people are under the below poverty line.